അപ്പോൾ എനിക്ക് ആകെ ഒരു സംശയമുള്ളത് കളക്ടർക്ക് ഒരിക്കലും കൊച്ചിയിൽ നിന്നും പിരിയാൻ തോന്നാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ്. 40ാമത് കൊച്ചിൻ ഫ്ലവർ ഷോ എറണാകുളം മറൈൻ ഡ്രൈവിൽ ആരംഭിച്ചു. ഇതിന്റെ ഉദ്ഘാടനം കൊച്ചി കോർപ്പറേഷൻ മേയർ അനിൽ കുമാർ നിർവഹിച്ചു. വിവിധ തരത്തിലുള്ള ചെടികൾ, വിവിധ നിറങ്ങൾ, ഇതെല്ലാം ഒരുമിച്ച് 40,000 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഒന്നിച്ച് കാണാനുള്ള ഒരു അവസരമാണ് ഈ കൊച്ചിൻ ഫ്ലവർ ഷോ. കുട്ടികളായിരുന്ന കാലം മുതൽ കൊച്ചി ഫ്ലവർ ഷോ എന്ന് പറയുന്നത് കൊച്ചി നഗരത്തിൻ്റെ ഒരു അഭിമാനമാണ്. ആദ്യഘട്ടത്തിൽ സുഭാഷ് പാർക്കിലായിരുന്നു നടന്നിരുന്നത്. പിന്നീട് വർഷങ്ങളായി എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ് നടന്നിരുന്നത്. കഴിഞ്ഞ വർഷം എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ് ഈ പരിപാടികളെല്ലാം സംഘടിപ്പിച്ചത്. ഇത്തവണ GCDയെ കൂടി മുൻകൈ എടുത്തുകൊണ്ടാണ് മറൈൻ ഡ്രൈവിലേക്ക് ഇത് മാറ്റിയിരിക്കുന്നത്. മറൈൻ ഡ്രൈവിലേക്ക് മാറ്റിയതോടുകൂടി കുറച്ച് കൂടുതൽ സ്ഥലം ലഭ്യമായി, കൂടുതൽ പൂക്കൾ, വിവിധ ഇനം പൂക്കൾ നമ്മുടെ നഗരവാസികൾക്ക് കാണാനുള്ള ഒരു അവസരം ലഭിച്ചു. പതിവിനേക്കാളും അതിൻ്റെ വൈവിധ്യം കൊണ്ടും വലിപ്പം കൊണ്ടും ഒരു ഉയർന്ന നിലയിലേക്ക് പോവുകയാണ്. അതങ്ങനെ സംഭവിക്കുന്നത് GCDയുടെ ഒരു നിലപാട് കൊണ്ടുകൂടിയാണ്. മറൈൻ ഡ്രൈവ് ഒരു അപൂർവതയുള്ള ഇടമായി കൊച്ചി നഗരത്തിലുള്ളത് ഒരു ഡെസ്റ്റിനേഷൻ മറൈൻ ഡ്രൈവ് എന്നതിലേക്ക് ഉയർത്താനും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു വർഷത്തിലൊരു നല്ല കലണ്ടർ വെച്ച് കാര്യങ്ങൾ നീക്കുന്നതുമായ ഒന്നിലേക്ക് വളർത്തേണ്ടതുണ്ട്. അതിൻ്റെ തുടക്കം കുറിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആ കാര്യത്തിൽ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുമായി സംസാരിച്ചപ്പോൾ അവർ കാണിച്ച നല്ല മനസ്സാണ് ഇതിൻ്റെ ഒരു കാരണം. ഫ്ലവർ ഷോ എന്ന് പറയുന്നത് കൊച്ചി മാരത്തോൺ, കൊച്ചി ഫ്ലവർ ഷോ അല്ലെങ്കിൽ ഡാൻസ് ഫെസ്റ്റിവൽ, ഇങ്ങനെ വ്യത്യസ്തമായി പലതും സംഭവിക്കുമ്പോഴാണ് ഒരു നഗരം കൂടുതൽ ആ നഗരത്തിലെ ആളുകൾക്ക് കൂടുതൽ സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പരിപാടി നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 80കളിൽ സുഭാഷ് പാർക്കിൽ ഒരു ചെറിയ റോസുകളുടെ പ്രദർശനം എന്ന രീതിയിൽ ഒരു ഫ്ലവർ ഷോ ആയി തുടങ്ങി. അന്ന് ആ ചെടികളും പൂക്കളുമെല്ലാം ലഭ്യമായത് അംഗങ്ങളുടെ വീടുകളിൽ വളർത്തിയെടുത്ത ചെടികളും KPBSും ഷിപ്പ്യാർഡും കൊച്ചിൻ പോർട്ട്സും പോലെയുള്ള വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഗാർഡനുകളിൽ നിന്നുള്ള ചെടികളും കൂടിയായിരുന്നു. അന്ന് 1000-2000 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയ ആ ഫ്ലവർ ഷോ 40ാമത്തെ വർഷം ഇവിടെ 40,000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ പടർന്ന് പന്തലിച്ചിരിക്കുന്നു. ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി വർഷങ്ങളായി രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. നമ്മുടെ ഭാരത് മാതയിലെ മുൻ അധ്യാപകനായ ജോർജ് സാറിൻ്റെ നേതൃത്വത്തിൽ അവർ വർഷങ്ങളായി ഈ ഒരു രംഗത്ത് ഏറ്റവും താല്പര്യത്തോടു കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. തീർച്ചയായും നമ്മുടെ നഗരത്തിൻ്റെ മാറ്റുകൂട്ടുന്ന ഒരു പരിപാടിയാണ് കൊച്ചി ഫ്ലവർ ഷോ. നമ്മുടെ ഇതൊരു ഫെസ്റ്റീവ് സീസണാണ്.
ഒന്ന് ഒരു വർഷത്തെ പറഞ്ഞയക്കുന്ന ഒരു പണിയുണ്ട്, പുതിയ വർഷത്തെ സ്വീകരിക്കുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട്. രണ്ടും ചെയ്യുമ്പോൾ ഒരു ആഘോഷത്തിൻ്റെ സ്വഭാവമുണ്ട്. ഈ ഭാഗത്ത് കുറവാണ്. അത് കൂടുതലും വന്നത് കൊച്ചി ഭാഗത്തെ കാർണിവലാണ് അല്ലേ? പക്ഷേ അങ്ങോട്ടാണെങ്കിൽ ഒഴുക്കുമാണ്. അത് വലിയ കാര്യവുമാണ്. അത് ഇനി നന്നായിട്ട് നടക്കണം. പക്ഷെ ഇവിടെ ഹാപ്പനിങ്സ് ഒന്നുമില്ലാതെ പോകുന്നതിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ ഇത്തവണ ഒരു ചെറിയ അഡീഷനുണ്ട്. അതൊരു ക്രിസ്മസ് ട്രീ ആണ്. വെറുതെ നിൽക്കുന്നതിനേക്കാൾ നല്ല ഡാൻസിങ് ആണല്ലോ എന്നുള്ളത് അതുകൂടി വന്നിട്ടുണ്ട്. അതൊരു ഉത്തരവാദിത്തമുള്ള പണിയായതുകൊണ്ട് ഏറ്റ ആളുകളുടെ ഒരു സന്മനസ് കൊണ്ടാണ് നടന്നത്. അതിലങ്ങനെ ഒരു സപ്പോർട്ടീവ് ഹാൻഡ് തന്ന ആളുകളെ ചുങ്കത്ത് രാജീവനും മറ്റുമാണ്. അവർ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് മര്യാദയായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അത് നന്ദി ബോധത്തോടെ ഓർക്കുകയാണ്. നമ്മുടെ ആദരണീയനായ കളക്ടറുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, ഞാനത് കണ്ടു. അപ്പോൾ അതാണ് ഞങ്ങളുടെ നഗരവാസികളുടെ അഭിപ്രായം. അദ്ദേഹം ഒരു കാർഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത്, ഒന്ന് കൊച്ചി ഫ്ലവർ ഷോ, മറ്റൊരു ഭാഗത്ത് ഞങ്ങളുടെ ഒരു ലൈറ്റിംഗ് ഫെസ്റ്റിവൽ വരുന്നുണ്ട്, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലൈറ്റിംഗ് ഫെസ്റ്റിവൽ. ഇനിയൊരു ഭാഗത്ത് കൊച്ചി കാർണിവൽ. അടുത്ത വർഷമാണെങ്കിൽ അതിനോടൊപ്പം കൊച്ചി ബിനാലെ വരും. അതുകൊണ്ട് എനിക്ക് സരസ് മേള നടക്കുന്നു. നിങ്ങൾ കേട്ടല്ലോ ഇപ്പോൾ കളക്ടർ തന്നെ പറയുന്നത്. അപ്പോൾ എനിക്ക് ആകെ ഒരു സംശയമുള്ളത്, കളക്ടർക്ക് ഒരിക്കലും കൊച്ചിയിൽ നിന്നും പിരിയാൻ തോന്നാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഫ്ലവർ ഷോ ഉൾപ്പെടെയുള്ള പലതും നമ്മുടെ നഗരത്തെ കൂടുതൽ സന്തോഷകരമാക്കുന്നത്. ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിക്കും GCDAക്കും എല്ലാ ആശംസകളും. പുതുവത്സരം നമുക്ക് സന്തോഷത്തോടു കൂടി തന്നെ ആഘോഷിക്കാം.